ഷീലാസന്റെ പ്രതിയായ വ്യാജ ലഹരി കേസിൽ പ്രതി നാരായണദാസ് കുറ്റം സമ്മതിച്ചു. കൃത്യത്തിൽ പങ്കാളിയാണെന്നും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും പ്രതി സമ്മതിച്ചതായി SIT അന്വേഷണ തലവൻ. SIT സംഘം ബംഗളൂരുവിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കേസിലെ മറ്റു പ്രതികൾ കൂടി അറസ്റ്റിലായാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് സംഘത്തലവൻ VK രാജു പറഞ്ഞു. ഇന്നലെ ഇലക്ട്രോണിക് സിറ്റിയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ പുലർച്ചെ 4:30 ഇവിടെ കൊണ്ടുവന്നു വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ്. ഒരു ഗൂഢാലോചനയുണ്ട്, കൃത്യത്തിന് പങ്കാളിയാണെന്നുള്ള മൊഴി നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12:30 മണിക്ക് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും പ്രതികൾ ഈ കേസിലുണ്ട്. അവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, കേസിലെ മുഖ്യ പ്രതിയാണ് നാരായണദാസ്. ഇയാളിപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി അറിയാനുള്ളത് ആർക്ക് വേണ്ടിയായിരുന്നു ഈ ഗൂഢാലോചന നടത്തിയത്, എന്തായിരുന്നു ആ ഗൂഢാലോചന എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. മറ്റ് പ്രതികൾ, മറ്റാളുകൾ കൂടി ഇതിന്റെ കണ്ണുകളായിട്ടുണ്ട്, അവരിലേക്ക് കൂടി എത്തേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘത്തലവൻ പറയുമ്പോൾ ഇനി എങ്ങനെയാണ് പോലീസ് നീക്കുന്നത്? സേതു, അത്യന്തം പ്രാധാന്യമുള്ള അറസ്റ്റാണ് ഈ സംഭവത്തെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിർണായകമായ അറസ്റ്റ്. എക്സൈസ് ക്രൈംബ്രാഞ്ചും പോലീസും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണ സംഘവും ഒക്കെ ദീർഘനാളുകൾ അന്വേഷിച്ച കേസിൽ ഇതുവരെയും പിടികൂടാൻ കഴിയാതിരുന്ന പ്രതി സുപ്രീം കോടതി അടക്കം ജാമ്യം നിഷേധിച്ചതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസിനായി. ഏറ്റവും നിർണായകമായ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറസ്റ്റാണ് ഈ പ്രതിയുടേത്. പക്ഷേ പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും ഗൂഢാലോചന നടത്തിയെന്നും NDPSS ആക്ട് അനുസരിച്ചടക്കം കേസുകൾ ചുമത്തിയെന്നും പറയുമ്പോഴും പോലീസ് ഇത് സംബന്ധിച്ചുള്ള വ്യക്തതയോടുകൂടിയുള്ള വിവരങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കേസിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. നിരപരാധിയായ ഒരു സ്ത്രീ 72 ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ പഴി കേൾക്കേണ്ടി വന്ന കേസാണ്. എക്സൈസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾ കേസിൽ പ്രതിയാകാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ ജയിലിൽ അടയ്ക്കപ്പെട്ട നിരപരാധിയായ കുറ്റവാളി ആക്കപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു കേസ് കൂടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്യന്തം രഹസ്യാത്മകമാണ് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്ക് പോലീസ് കൊണ്ടുപോകുന്നത്, പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും മുഖ്യപ്രതിയെ പിടികൂടിയെങ്കിലും വ്യക്തതയുള്ള വിവരങ്ങൾ പോലീസ് നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ്. മറ്റ് പ്രതികൾ ഈ കേസിലുണ്ട്. ഉടൻ അവർ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രതിക്കെതിരെ ഗൂഢാലോചനയടക്കം NDPSS ആക്ട് അനുസരിച്ചടക്കം വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘത്തലവനായിട്ടുള്ള SIT ടീം തലവൻ VK രാജു നമ്മളോട് അല്പസമയങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. 2 വർഷത്തിലേറെയായി അനിശ്ചിതത്വത്തിലായിരുന്നു കേസ് എന്നുള്ള കാര്യം മറക്കാൻ ആവില്ല. 2023 ഫെബ്രുവരി 7-നാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറിൽ നിന്നും ഈ ഷീലാ സണ്ണി എന്ന വീട്ടമ്മയെ ബാഗിൽ LSD സ്റ്റാമ്പുമായി എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസിൽ പങ്കുണ്ടെന്നും ഗൂഢാലോചന നടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നു. ഇതിനിടയിൽ കോടതി ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മെയ് 9 2023 ഷീലാ സണ്ണിക്ക് ജാമ്യം അനുവദിക്കുന്നു. തൊട്ടു പിന്നാലെ മെയ് 25 കാക്കനാട് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ ഷീലയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയത് LSD സ്റ്റാമ്പുകളല്ല, ലഹരിമരുന്നല്ല എന്നുള്ള പരിശോധനാ ഫലത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതിന് പിന്നാലെയാണ് കേസ് വിവാദമായതും അതോടൊപ്പം തന്നെ ഈ നാരായണദാസ് അടക്കമുള്ള വ്യക്തികൾക്ക്, ഷീലാ സണ്ണിയുടെ ബന്ധുക്കളടക്കമുള്ള വ്യക്തികൾക്ക് കേസിൽ പങ്കുണ്ടെന്നും വ്യക്തമായിട്ടുള്ളത്. ഇതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നാരായണദാസ് കോടതിയിൽ പരാതിയുമായി പോയിരുന്നു. ഈ പരാതി തള്ളിക്കൊണ്ട്, ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടാണ് കോടതി അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിർദ്ദേശം സർക്കാരിന് നൽകിയത്. അതേ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് 2 മാസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചും SIT ടീമിനെ സംബന്ധിച്ചുകൊണ്ടും അഭിമാനകരമായ നേട്ടമാണ്. ഏതായാലും നിർണായകമായ ലെവിൻ, ഷീലാ സണ്ണി പ്രതിയായ വ്യാജ ലഹരി കേസ് പ്രതി നാരായണദാസ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.